പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വചനം കേൾക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന വചനത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തി നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ സുഖപ്പെടുത്തും. അതുകൊണ്ട് സൗഖ്യദായകനായ യേശുവിൻ്റെ തിരുമൊഴികൾ കേൾക്കാൻ വേണ്ടി യേശു തന്നെയായ വചനത്തിൻ്റെ ശക്തി പ്രാപിച്ച് സൗഖ്യവും വിടുതലും പ്രാപിക്കാനായി അഭിഷേകം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി ഒരു വിശ്വാസികളുടെ സമൂഹത്തെ ലോകത്തിൽ ഒരുക്കിക്കൊണ്ടുവന്ന ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. അത് യഥാർത്ഥത്തിൽ ആ ജനതയോ ജനതയുടെ പിതാക്കന്മാരോ നേതാക്കളോ പൂർണ്ണമായി ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അബ്രാഹവും മറ്റു പിതാക്കന്മാരും കുറേയൊക്കെ അതിനെക്കുറിച്ച് ധാരണയുള്ളവരായിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് അവർക്ക് ആ ദൈവിക രഹസ്യം ഉൾക്കൊള്ളാനോ അതിനനുസരിച്ച് ജീവിക്കാനോ സാധിച്ചിട്ടില്ല. കുറേയൊക്കെ സാധിച്ചിട്ടുമുണ്ട്. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, ആ യാക്കോബിൻ്റെ സന്തതികളിലേക്ക് നമ്മളിന്ന് വരികയാണ്. യാക്കോബ് തൻ്റെ മരണത്തിന് മുൻപ് മക്കളെ എല്ലാവരെയും വിളിച്ച് അനുഗ്രഹം നൽകുന്ന ഒരു വിവരണം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ രചിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോഴൊന്ന് വായിക്കുകയാണ്. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഒന്നിച്ചുകൂടുവിൻ, ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. ഇത് യാക്കോബ് പറഞ്ഞതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ദൈവം യാക്കോബിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബൈബിളിലെ വചനങ്ങളെ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചില വചനങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തേ അവരങ്ങനെ പറഞ്ഞു, അത് ശപിച്ചതല്ലേ, അല്ലെ തള്ളി പറഞ്ഞതല്ലേ എന്ന്. വരാൻ പോകുന്ന ആ കാര്യം ദൈവം ഈ പിതാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, വിശുദ്ധരിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതങ്ങനെ സംഭവിക്കേണ്ടതുകൊണ്ടാണെന്നല്ല, അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ദൈവം തടഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യൻ നൽകിയ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് ജീവനും മരണവും മുമ്പിലിരിക്കുമ്പോൾ ജീവൻ തിരഞ്ഞെടുത്ത് മരണം ഒഴിവാക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ ഭാഗവും കൂടിയാണ്. മരണവും ജീവനും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ ജീവൻ സ്വീകരിച്ചാൽ നീ ജീവിക്കും, മരണം നീ തന്നെ പുൽകിയാൽ അത് നാശത്തിലേക്ക് നയിക്കും. അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പ്, ഫണ്ടമെന്റൽ ഓപ്ഷൻ, അത് മനുഷ്യരിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് യാക്കോബ് പറഞ്ഞ വചനങ്ങളിലേക്ക് കടക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ, നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. യാക്കോബ് തന്നെ ഇസ്രായേൽ എന്നാണ് വിളിച്ചത്. ദൈവം അവൻ്റെ പേര് മാറ്റിക്കൊടുത്തതാണ്. നമുക്കറിയാം, യാക്കോബിന് പാദാൻ ആരാമിൽ നിന്ന്, തൻ്റെ അമ്മായിയപ്പൻ്റെ നാട്ടിൽ നിന്ന്, ലാബാന്റെ നാട്ടിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് യാബോക്ക് കടവിൽ വെച്ച് ദൈവം മൽപ്പിടുത്തം നടത്തി അവനെ വിശുദ്ധീകരിച്ച് അവനെ അനുഗ്രഹിക്കുന്ന അതിന് തൊട്ട് മുമ്പ് അവൻ്റെ പേര് മാറ്റുന്നുണ്ട്. ഇനിമേൽ നീ യാക്കോബ് എന്നല്ല അറിയപ്പെടുക, ഇസ്രായേൽ എന്നറിയപ്പെടും എന്ന് പറഞ്ഞ് പേര് മാറ്റി കൊടുക്കുകയാണ്. അന്നു മുതൽ യാക്കോബ് തന്നെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. അത് കഴിഞ്ഞ് പറയുന്ന വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പ്രധാനമായിട്ടും യാക്കോബിന് ദൈവം നൽകിയ 12 മക്കളിൽ ഏറ്റവും മൂത്തവൻ റൂബനായിരുന്നു. ഈ റൂബനെ കുറിച്ച് പറയുകയാണ്, റൂബൻ, നീ എൻ്റെ കടിഞ്ഞൂൽ പുത്രനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവും. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ, വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴുകയില്ല. എന്തെന്നാൽ
നീ നിന്റെ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി, എൻ്റെ ശയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ. ഞാനിത് ഒരു പ്രാർത്ഥനാ നിമിഷത്തിൽ വളരെ ഗൗരവമായിട്ടിത് വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഉരുക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഒരു പിതാവ് തൻ്റെ മകനോട് പറയുന്ന അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കാര്യം, അതും ദൈവം തൻ്റെ മഹാപദ്ധതി ലോകത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയുടെ 12 ഗോത്രപിതാക്കന്മാരിൽ ഒന്നാമത്തെ ഗോത്രപിതാവാകാൻ വിളിക്കപ്പെട്ട റൂബനോട് പറയുകയാണ്. അപ്പൻ തന്നെ പറയുന്നു, ദൈവം അപ്പനിലൂടെ സംസാരിക്കുന്നു, നീ അഹങ്കാരത്തിലും ശക്തിയിലും മുൻപൻ തന്നെ, വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴുകയില്ല. അതിന് മറ്റൊരു സൂചനയും കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അബ്രാഹത്തിന് കൊടുത്ത ദൈവവിളി, അത് അബ്രാഹത്തിൽ നിന്ന് നേരെ ഇസഹാക്കിലേക്ക് വന്നു. ഒറ്റപുത്രനാണ് അവന്റെ ഭാര്യയായ സാറായിൽ നിന്നുണ്ടായത്. ദാസിയായ ഹാഗാർ എന്നുണ്ടായ പുത്രനെ പരിഗണിക്കുക, അതിവിടെ നോക്കിയാൽ ആ ഒറ്റപുത്രനേ ഉള്ളൂ. അവന് അവകാശവും അഭിഷേകവും ഒക്കെ കിട്ടി. കടിഞ്ഞൂൽ പുത്ര സ്ഥാനം അവന്റെ കയ്യിലാണ്. അത് കഴിഞ്ഞ് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം ഇസഹാക്കിൽ നിന്ന് കിട്ടേണ്ടത് ഏസാവിനായിരുന്നു. പക്ഷേ ഏസാവിൻ്റെ ഒരു ദുർഗുണം, ഒരു പാത്രം പായസത്തിന് വേണ്ടി ദൈവം കൊടുത്ത വിശുദ്ധമായ വെളിയുടെ വില അറിയാതെ അതിനെ വിറ്റുകളഞ്ഞ പാപം, അതിനാൽ അവന് ആ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം കിട്ടിയില്ല. പിന്നെ കിട്ടിയത് യാക്കോബിനാണ്. ആ യാക്കോബിന്റെ മകനായ റൂബനാണ് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം കിട്ടേണ്ടത്. അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം തലമുറകളിലൂടെ ഒഴുകി ഒഴുകി ഇസ്രായേൽ ജനത്തിന് കിട്ടണമെങ്കിൽ ആ അനുഗ്രഹം പ്രാപിക്കുന്നവര് ദൈവത്തോട് ഐക്യപ്പെട്ടവരും വിശുദ്ധരുമായിരിക്കണം. ഇതാ ഏസാവിൻ്റെ തനിക്ക് കിട്ടിയ ദൈവവിളിയോടുള്ള മതിപ്പില്ലായ്മയോ അല്ലെങ്കിൽ ജഡത്തിന് അനുഗ്രഹത്തെക്കാൾ ഉപരിയായി വില കൊടുത്തതിൻ്റെ ഫലമായിട്ടോ ഏസാവിന് ആ അഭിഷേക സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴിതാ യാക്കോബിൻ്റെ മകനായ റൂബനും അതുപോലെ ഒരു മഹാദുരന്തമുണ്ടായി. എന്തുകൊണ്ടുണ്ടായി? അങ്ങേയറ്റത്തെ നീചമായ ഹീനമായ ഒരു പാപം. അത് മറ്റൊന്നുമല്ല, യാക്കോബിന്റെ ഉപതാരിമാരിൽ ഒരാളെ ഈ റൂബൻ നശിപ്പിച്ചു, അല്ലെങ്കിൽ ആ സ്ത്രീയുമായി പാപം ചെയ്തു. അത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 22-ാം തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. ബേഥേലിൽ വന്നതിന് ശേഷം അവിടെ വന്ന് കൂടാരമടിക്കുകയാണ്. നമ്മൾ അറിയണം, ഇവിടെ റാഖേൽ എന്ന് പറയുന്ന യാക്കോബിൻ്റെ ഭാര്യയുടെ മരണം നടക്കുകയാണ്. ബേഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് കുറച്ച് മുൻപ് റാഖേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യം ഒരു പുത്രനെ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവൾ അവനെ ബനോനി എന്ന് പേർ വിളിച്ചു. പക്ഷേ അവൻ്റെ പിതാവ് അവന് ബെഞ്ചമിൻ എന്ന് പേരിട്ടു. റാഖേൽ മരിച്ചു. ബേത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഖേലിന്റെ കല്ലറയെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ആ ചരിത്രം പറഞ്ഞിട്ട് ബൈബിൾ പറയുകയാണ്, ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു. അവിടെ വെച്ചൊരു മഹാദുരന്തം ഉണ്ടായി. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ, യാക്കോബ് അവിടെ വസിച്ചിരുന്നപ്പോൾ, റൂബൻ യാക്കോബിന്റെ മൂത്ത മകൻ തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു. ഇസ്രായേൽ അത് അറിയാൻ ഇടയായി. അപ്പൻ്റെ ഉപനാരി, അന്നത്തെ സംസ്കാരം അനുവദിക്കുന്നതാണ് ബഹുഭാരിത്വം. അതുകൊണ്ടാണ് റാഖേലുണ്ട്, അതുപോലെ തന്നെ ലയയുണ്ട് യാക്കോബിന്. പിന്നെ 2 പരിചാരികമാരുണ്ട്, അവരിലൂടെയൊക്കെ മക്കളുണ്ട്. അങ്ങനെയാണ് 12 മക്കൾ. ഇത് അവസാനമായി ബെഞ്ചമിൻ്റെ ജനനം നടക്കുകയാണ്. ഈ ബെഞ്ചമിൻ്റെ ജനനത്തിന് ശേഷം ബെഞ്ചമിൻ്റെ അമ്മ മരിച്ചു, റാഖേൽ മരിച്ചു. അത് കഴിഞ്ഞ് ഇതാ യാക്കോബിൻ്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ഈ മകൻ ശയിക്കുന്നു, യാക്കോബിൻ്റെ മകൻ. ആ ഒരു മഹാപരാധത്തിൻ്റെ ഫലമായി അവന് കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു. അതിന് തൊട്ടു പിന്നിലുള്ള ചരിത്രത്തിലേക്കൊന്ന് ഞാൻ ആദ്യം
എത്തി നോക്കിയതാണ്. ഒരു പാത്രം പായസത്തിനു വേണ്ടി ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. ഏസാവ് സഹോദരന് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റുകളഞ്ഞു. ഒരു പാത്രം പായസം. സൂത്രക്കാരനായ യാക്കോബ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം അവരിൽ നിന്ന് വാക്കാൽ വാങ്ങിയെടുത്തു. പിന്നീട് അപ്പനെ കബളിപ്പിച്ച് അമ്മയുടെ പാപവാക്ക് കേട്ട് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയെടുത്തു. എന്നിട്ടും അനുഗ്രഹം കിട്ടിയില്ല. പിന്നീട് നീണ്ട 20 വർഷക്കാലത്തെ വിപ്രവാസത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് തമ്പുരാന്റെ മുമ്പിൽ അനുരഞ്ജനപ്പെടാൻ വേണ്ടി അവൻ കടന്നു വരുന്നുണ്ട്. അനുതാപത്തോടെ പ്രാർത്ഥിച്ച് ഉരുകി അവൻ തമ്പുരാന്റെ മുമ്പിൽ വന്നപ്പോൾ തമ്പുരാൻ അവനെ സ്വീകരിച്ചു, അവനെ അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനത്തിൽ വായിക്കും. ദൈവം അവനെ അനുഗ്രഹിച്ചു, വിശുദ്ധീകരിച്ച് പേര് മാറ്റിയതിന് ശേഷം. ഏസാവിന്റെ പാപത്തിന് സമാനമായ പാപം എന്നതിനെ വിളിക്കുന്നില്ല ഞാൻ. പക്ഷേ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഏസാവിന് നഷ്ടപ്പെട്ടത് അല്പം ഭൗതിക സുഖത്തിന് വേണ്ടിയായിരുന്നു. ഇവിടെ റൂബന് നഷ്ടപ്പെട്ടതോ ജഡിക സുഖത്തിന് വേണ്ടി. നമ്മൾ നമ്മുടെ അനുദിന ജീവിത വിശദാംശങ്ങളിലേക്ക്, മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ചിലപ്പോഴൊക്കെ ദൈവം നൽകുന്ന മഹാസമ്മാനങ്ങളെയും ദൈവികമായിട്ടുള്ള കൃപകളെയും ഒരു ലൗകിക നേട്ടത്തിനോ അല്ലെങ്കിൽ ഒരു ജഡത്തിൻ്റെ സുഖത്തിനോ ഒരു ഭൗതികമായ സമ്മാനത്തിനോ വേണ്ടി പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ? നിസ്സാരമായിരിക്കാം നമ്മൾ നേടുന്ന നേട്ടം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സ്വർഗത്തിലേക്കൊന്ന് നോക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പലപ്പോഴും ശുശ്രൂഷ സമയത്ത് പറയുന്നുണ്ട്. ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്നാണ് സ്വർഗത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം, നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അല്ല നമ്മൾ പറയേണ്ടെന്ന് വെക്കുന്ന കാര്യം, അത് പറയേണ്ടതാണോ പറയേണ്ടാത്തതാണോ, ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതാണോ, നമ്മൾ മുന്നേറേണ്ടതാണോ അതെയോ നിൽക്കേണ്ടതാണോ പിൻപോട്ട് പോകേണ്ടതാണോ, ഇതൊക്കെ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തമ്പുരാന്റെ പക്കലേക്ക് ഒന്ന് ഹൃദയം ഉയർത്തണം. തിരുസന്നിധിയിലേക്ക് ഒന്ന് മിഴികൾ ഉയർത്തണം. തമ്പുരാന്റെ മുമ്പിലേക്ക്, സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചു നിർത്തണം. എന്നിട്ട് കുറച്ച് സെക്കൻഡുകൾ, കുറച്ച് മിനിറ്റുകൾ, ചില സംഭവങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ നമ്മളൊന്ന് കാത്തിരിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മഹാദുരന്തങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മഹാപരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നൊക്കെ മോചനം കിട്ടാനുള്ള നിമിഷങ്ങളായി അത് മാറുമെന്നുള്ള സത്യമാണ്. ഒരാൾ എൻ്റെ അടുത്ത് പങ്കുവെച്ച കാര്യം ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, തൽക്കാലം അവരുടെ പരീക്ഷ കഴിഞ്ഞ് വിവാഹം നടത്തിയാൽ മതി എന്നൊരു അഭിപ്രായം പെണ്ണിനുണ്ട്. അതുകൊണ്ട് താങ്കൾ തയ്യാറാണെങ്കിൽ 8 മാസം കഴിഞ്ഞ് വിവാഹം നടത്താം എന്നൊരു ആലോചന. അല്ല ഉടനെ തന്നെ വേണമെന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ മാതാപിതാക്കളുമായി ആലോചിച്ചു, ആത്മീയ പിതാവുമായി ആലോചിച്ചിട്ട് 8 മാസം കഴിഞ്ഞു മതി വിവാഹം തീരുമാനിച്ചു. അങ്ങനെ 7 മാസക്കാലം പരസ്പരം ഫോണിലൂടെ സംഭാഷണം നടത്തിയും വല്ലപ്പോഴൊക്കെ കണ്ടുമുട്ടിയും അവരുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നേറുന്നു. വിവാഹ നിശ്ചയത്തിൻ്റെ ദിനങ്ങൾ അടുത്തു വന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് ജോലി സംബന്ധമായി ആ നാട് വിട്ട് വേറെടുത്തേക്ക് പോകേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങളിൽ അവിടെ ചെന്നപ്പോൾ സഹപ്രവർത്തകയായി വന്ന ഒരു വിദ്യാസമ്പന്നയും വലിയ ശമ്പളമുള്ള ഉയർന്ന ഒരു കുലത്തിൽപ്പെട്ട ഒരു യുവതിയുമായി അല്പ സംഭാഷണമൊക്കെ നടത്തി പതുക്കെ അവളുമായി മാനസികമായി അടുത്തു. ഈ ചെറുപ്പക്കാരൻ ആദ്യത്തെ തീരുമാനം മറ്റേ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ തമ്പുരാനായിരിക്കും ഇവളെ എനിക്ക് തരാൻ വേണ്ടി ഈ 8 മാസക്കാലം വിവാഹം നീട്ടിവെക്കാൻ, തീരുമാനം നീട്ടിവെക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. തമ്പുരാന്റെ പദ്ധതി ആയിരിക്കും എന്നുള്ള ചിന്തയിൽ ആദ്യം പറഞ്ഞ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് വേണ്ട എന്ന് വെച്ച് ഇവളെ സ്വീകരിക്കാനായിട്ട് ഏതാണ്ട് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. അയാളങ്ങ് തീരുമാനമെടുത്ത് ഈ പഴയ ആലോചനയിൽ വന്ന പെൺകുട്ടിയോട് പറഞ്ഞു, നമ്മൾ തീരുമാനം ഒന്നും ഉറപ്പിച്ചെടുത്തിട്ടില്ലല്ലോ,
അതുകൊണ്ട് അല്പം ആലോചിച്ചിട്ട് മതി എന്നെല്ലാം പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് സംശയമായി. അപ്പം ഇവൻ പറഞ്ഞു, പതുക്കെ പതുക്കെ നമുക്ക് തീരുമാനമെടുത്താൽ മതി, കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ 8-ാം മാസം ആയപ്പോഴേക്ക് ഇവൻ്റെ ഉള്ളിൽ ഉറച്ച തീരുമാനമായി. ഒന്നാമത്തെ ആലോചന വേണ്ട, ഇപ്പോൾ സഹപ്രവർത്തകയായി വന്നിരിക്കുന്ന പെൺകുട്ടിയാണ്, ഉയർന്ന സാലറിയാണ്, ആദ്യത്തെ പെൺകുട്ടിയുടെ സാലറിയുടെ 2-3 ഇരട്ടി സാലറി കിട്ടുന്ന ഉയർന്ന ജോലിയുള്ള, അതുമാത്രമല്ല വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീയെ കിട്ടുന്നു. ഈ ചിന്തയിൽ അയാൾ പോയി. അപ്പോൾ ആദ്യത്തെ ആലോചനയിൽ വന്ന പെൺകുട്ടി ഇവനോട് പറഞ്ഞു, എൻ്റെ മനസ്സ് നിങ്ങളെ ഒരു ജീവിത പങ്കാളിയായി സ്വീകരിച്ചു കഴിഞ്ഞതാണ്, എനിക്കിനി ഇത് ഉപേക്ഷിക്കുക സാധ്യമല്ല. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷേ ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഈ മനുഷ്യന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഇയാൾ ബൈക്കിൽ പോകുന്ന വഴിക്ക് നിസ്സാരമായ ഒരു അപകടം, ഒരു സൈക്കിളുകാരൻ്റെ ഒരു സൈക്കിൾ ഓടിച്ചു പോകുന്ന ആളുടെ തൊട്ടടുത്തുകൂടെ കടന്നു പോകുമ്പോൾ സൈക്കിളിലെ ഹാൻഡിലിൽ ഇയാളുടെ കാല് തട്ടി. വണ്ടി ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന വഴിക്ക് സൈക്കിളുകാരൻ ഉരുണ്ട് വീണു. ആ വെപ്രാളത്തിൽ ഇയാൾ ബ്രേക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് വണ്ടി സൈഡിലേക്ക് മറിഞ്ഞു മുട്ടിടിച്ച് വീണു. കാൽമുട്ടിന് പരിക്ക് പറ്റി ആശുപത്രിയിലായി. ആശുപത്രിയിൽ വേദനിച്ച് കിടക്കുമ്പോൾ ഇയാളിങ്ങനെ കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് മുട്ടനക്കാൻ പറ്റാതെ വേദനിച്ച് കിടക്കുമ്പോൾ, കാരണം ജോലിക്ക് വലിയ പ്രശ്നമുണ്ടാകും, അവിടെ വന്നൊരു നേഴ്സ് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇയാളുടെ അമ്മയുടെ പ്രായമുള്ള ഒരു നേഴ്സാണ്, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തോ ദൈവത്തെ നിങ്ങളോട് പറയാനുണ്ട്, അത് കേൾക്കുന്നത് വരെ ഒരു പക്ഷേ ഈ വേദന വിട്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അങ്ങ് പോയി. ഇയാളിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ആദ്യമായി അയാൾ ഈ രണ്ടാമത്തെ പെൺകുട്ടിയെ കണ്ടുമുട്ടി അന്ന് മുതൽ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം അന്ന് അയാൾ ചെയ്തു. ദൈവമേ, എൻ്റെ വഴികളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ എടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടോ? ഞാൻ ചെയ്ത കാര്യത്തിൽ എവിടെയെങ്കിലും പെശക് പറ്റിയോ? അപ്പോൾ പരിശുദ്ധാത്മാവൊക്കെ വെളിച്ചം കൊടുത്തു. ആ വെളിച്ചത്തിൽ അയാൾ തെറ്റ് തിരുത്തി. പ്രിയപ്പെട്ടവരെ, നേഴ്സിനെ പിന്നെ കണ്ടപ്പം പറഞ്ഞു, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി, തമ്പുരാൻ എന്നോട് സംസാരിച്ചു, ഞാനൊരു വ്യാമോഹത്തിൽ വീണുപോയതാണ്. ഈ മനുഷ്യൻ ആദ്യത്തെ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. 3 വർഷം കഴിഞ്ഞ് അയാൾ എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് പറയുന്നു, രണ്ടാമത്തെ ആ പെൺകുട്ടി ഒരിക്കലും ഇവൾക്കൊരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ പറ്റിയ സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നില്ല. യേശുവിൽ വിശ്വസിക്കാത്ത ആളെന്ന് മാത്രമല്ല, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്ന സ്വഭാവമുള്ള ആള് അല്ല. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് ഒരാളുടെ കൂടെ കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച സ്ത്രീയും കൂടിയായിരുന്നു. അതൊന്നും ഇവൻ അറിഞ്ഞുകൂടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് തീരുമാനമെടുക്കുന്നതിന് മുൻപും ഒരു വേള തമ്പുരാന്റെ പക്കലേക്കൊന്ന് മനസ്സുയർത്തിയാൽ, ഒരു വേള തമ്പുരാന്റെ മുമ്പിലിരുന്ന്, തമ്പുരാൻ ഇത് അങ്ങയുടെ തിരികതുമാണോ എന്ന് ആലോചന ചോദിച്ചാൽ തീർച്ചയായും ദൈവം വെളിപ്പെടുത്തൽ നൽകും. റൂബൻ ചെയ്ത ഒരു നിസ്സാര കാര്യമെന്ന് നമുക്ക് തോന്നുമായിരിക്കും. അന്നത്തെ സംസ്കാരത്തിന് ഒരുപക്ഷെ ചേർന്നാണെന്ന് ചിലർ പറഞ്ഞേക്കും. അല്ല, അപ്പൻ്റെ ഉപനാരി, അപ്പൻ്റെ മറ്റൊരു ഭാര്യയാണ്. അവളുമായിട്ടുള്ള ഈ ജഡികമായ പാപം വഴി അവന് കിട്ടിയത് ഒരു ചെറിയ സുഖമായിരിക്കും, ജഡത്തിൻ്റെ സുഖം. പക്ഷെ നഷ്ടപ്പെട്ടതോ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ഒരു കഥാപാത്രമാകുന്ന കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ എത്രയോ സമ്മാനങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ ജഡത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഒരു സുഖത്തിനു വേണ്ടി, നേട്ടത്തിനു വേണ്ടി, സമ്മാനത്തിനു വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അനുദപിക്കാം. ഏതൊരു നേട്ടം നേടാനുള്ള വ്യഗ്രതയോടെയുള്ള ഓട്ടത്തിനിടയ്ക്കും ദൈവമേ എന്നൊരു വിളി, ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് മനമുയർത്തുന്ന ഒരു നടപടി, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറച്ച് സമയം ചെലവഴിക്കുന്ന ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. ഈശോയെ, ഞാനും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും അങ്ങയുടെ തിരുമുമ്പിൽ യാചിക്കുകയാണ്. ഞങ്ങളുടെ ജഡത്തിൻ്റെയോ ലോകത്തിൻ്റെയോ സ്വപ്നങ്ങളും ഇച്ഛകളും ആഗ്രഹങ്ങളും അനുസരിച്ച് അങ്ങ് തരുന്ന അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്ന ഒരു ആലോചനയിലോ തീരുമാനത്തിലോ നടപടിയിലോ ഞങ്ങൾ അധപതിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായിട്ടുള്ള പരാജയങ്ങളുടെ, അതുപോലെ തന്നെ വൻ വീഴ്ചകളുടെ മുറിവുകളുമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈശോയെ, നിന്റെ പരിശുദ്ധ കരം നീട്ടി ആ മുറിവുണക്കണമെന്നും അത്ഭുതം പ്രവർത്തിച്ച് ആ കൃപ തിരിച്ചു നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരെങ്കിലും ശാരീരിക രോഗപീഠയാൽ വലയുന്നുണ്ടെങ്കിൽ അങ്ങയുടെ തിരുരക്തത്തിൽ ഈ ദാസരെ ഇപ്പോൾ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വ്യഥയിലും ദുഃഖത്തിലും നിരാശയിലുമുള്ളവരെ ഇപ്പോൾ മോചിപ്പിക്കണേ ഈശോയെ. ആത്മീയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ മോചിപ്പിക്കണേ ഈശോയെ.
അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദാസരെ പുൽകട്ടെ. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാവരെയും പ്രതിഷ്ഠിക്കുന്നു. കോടിക്കണക്കിന് മാലാഖമാരേച്ച സംരക്ഷണം കൊടുക്കണ കർത്താവേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ, ബന്ധനം മോചിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഊമർ സംസാരിക്കട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ, തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ, മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ
ശരീരത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു സന്ദേശം കർത്താവ് പറഞ്ഞു. പ്രസവത്തോടനുബന്ധിച്ച് എന്തോ സംഭവിച്ച് അരക്കെട്ടിന് പരിക്ക് പറ്റി, വേദനയുണ്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ കരയും, ഭയങ്കരമായ വേദന, അതുപോലെ കൈയുടെ ഈ ഭാഗത്ത് വേദനയുള്ള ആളെന്ന് പറഞ്ഞു. കഴുത്തിന് വേദനയുണ്ട്. അമ്മ പേര് പറഞ്ഞേ. എൻ്റെ പേര് എമിലി. കൊല്ലം ഇരവിപുരത്തുനിന്ന് വരുന്നു. കൊല്ലം ഇരവിപുരത്തുനിന്നാണ് വരുന്നത്. 47 വർഷം എന്ത് സംഭവിച്ചു? 47 വർഷത്തിന് മുമ്പ് എൻ്റെ മൂത്ത മകളുടെ പ്രസവത്തിനുണ്ടായ ഒരു സംഭവമാണ്. അമ്മ മൂത്ത മകളെ പ്രസവിച്ച അവസരത്തിൽ ഇല്ലേ, മൂത്ത മകളെ പ്രസവിച്ചോടനുബന്ധിച്ച് നടുവിന് എന്ത് പറ്റി? അവർ വയർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കടന്ന് വയർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ച് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ അനസ്തേഷ്യ തന്നിട്ട് ഓർമ്മ കിടത്തി മറ്റെന്തോ ഒരു ഓപ്പറേഷൻ ചെയ്ത് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. അതിനുശേഷം അന്ന് മുതൽ ഈ അരക്കെട്ടിന് വേദനയുണ്ടായിരുന്നു. എന്നിട്ടോ 6 മാസം വരെ ഞാൻ നടക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പിന്നെ ഒറ്റ ചവിട് വെച്ചൊക്കെ നടന്ന് പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ കഠിനമായ വേദന പോലെ കരയാറുണ്ടായിരുന്നു. എപ്പോഴും വേദനയായിരുന്നു. എപ്പോഴും വേദന. നടക്കുമ്പം വേദന, ഇരിക്കുമ്പോ വേദന, കിടക്കുമ്പോ വേദന, നടക്കുമ്പോ 47 വർഷമായിട്ട് 47 വർഷം ഇവിടെ വേദനയുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതിന് ശേഷമുള്ള വേദനയായിരുന്നു. അതെ, അത് മാറി. ബ്രസ്റ്റിനും വേദന ഉണ്ടായിരുന്നു. ബ്രസ്റ്റിന് കൈ പൊക്കുമ്പോഴുള്ള വേദന ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പൊ ഈ സ്റ്റെപ്പ് കയറി വന്നപ്പോ വേദനയുണ്ടോ? ഇല്ല. 47 വർഷം മുമ്പ് സിസേറിനോട് ചേർന്ന് ഉണ്ടായ ഈ അപകടത്തിന്റെ ഫലമായിട്ട് ഉള്ള വേദനയാണ് 47 വർഷമായിട്ട് സഹിക്കുകയായിരുന്നു. ഈ കർത്താവ് ആ എല്ലാ കാര്യങ്ങളും കർത്താവ് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഓരോന്നും വെളിപ്പെടുത്തുന്നത്. പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ വേദനയാണ്, അരക്കെട്ടിനാണ് വേദന, സ്റ്റെപ്പ് കയറുമ്പോൾ കരയുന്നു, കൈയുടെ തോളിനോട് ചേർന്ന വേദന, എല്ലാ വിശദാംശങ്ങളും കർത്താവ് വെളിപ്പെടുത്തിയാലും അതാ ഇപ്പം ഞാനിവിടെ വിളിച്ചു പറഞ്ഞത്. ഈ അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തു, കൈ പൊക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞത് ഈ അമ്മ തന്നെയായിരുന്നു. ആ സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഒരു നല്ല കൈയടി കൊടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഇപ്പം ഈ സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങിക്ക്. നേരത്തെ ആരെങ്കിലും പിടിച്ച് കയറാൻ പറ്റുള്ളായിരുന്നു സ്റ്റെപ്പിലൂടെ. ഇപ്പോൾ തിരിച്ച് കയറി വന്നേ. വേദനയുണ്ടോ? ഇല്ല. കൈയടിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.